Hello everyone. So today we are going to discuss about the even numbers and odd numbers and one or two questions related to this topic which will come for the LSS exam. So even numbers are 0, 2, 4, 6, 8 and odd numbers 1, 3, 5, 7, 9. So an example is given here. Is 824 is an even or an odd number? So how we can find it? First of all, we have to look the ones place number. Okay. So here the ones place number is 4. So 4 is an even number. So this entire 824 is an even number. Okay. So we have to look the ones place digit, that is a 4 here, and the 4 comes in even number. അപ്പോൾ ഈവൻ നമ്പറാണ് 4. അതുകൊണ്ട് തന്നെ വൺസിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള ഈ 4നെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ 824 ഒരു ഈവൺ ആണോ അതോ ഓഡ് നമ്പർ ആണോ എന്ന് നമ്മൾ കണക്കാക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് 95. So again we are looking the ones place number. Okay, ones place digit is 5. So 5 comes in odd number. So this 95 is an odd number. So you can write here odd. Now here 4680. So looking the ones place digit, it is 0. So 0 is come in the even number list. So the entire 4680 is an even number. അപ്പോൾ എത്ര വലിയൊരു നമ്പർ ആണെങ്കിലും നമ്മൾ ഈ വൺസിൻ്റെ പ്ലേസ് നോക്കിയിട്ടാണ് ആ നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് മനസ്സിലാക്കുക. സോ ഹിയർ 0 ഈസ് ആൻ ഈവൺ നമ്പർ. സോ 4680 ഈസ് ആൻ ഈവൺ നമ്പർ. നെക്സ്റ്റ് വൺ ഈസ് ones, tens, 100, 1000, 10,000, lakh. So 1,56,923. So is this an even or an odd number? എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ വൺസ് പ്ലേസ് ഡിജിറ്റ് നോക്കും. 3 ആണ്. 3 ഈസ് ആൻ ഓഡ് നമ്പർ. അതുകൊണ്ട് ഈ മുഴുവൻ നമ്പർ 1,56,923 എന്തായിരിക്കും? ഒരു odd number ആണ്. So you can write here odd. Next term is consecutive numbers. It is number in their counting order. ഇപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒരു നമ്മൾ എണ്ണൽ സംഖ്യ എന്ന് പറയും. നമ്മൾ എണ്ണ 1 2 3 4 അല്ലേ, 1 2 3 4. സോ കണ്ടിന്യൂസ് നമ്പർ. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയാം. നമുക്കല്ലെങ്കിൽ 6 7 8 9 10, or we can say 99 100 101, or we can say 5624 5625 5626 5627. It's a continuous number അല്ലേ. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് മീൻസ് നമ്പേഴ്സ് ഇൻ ദ കൗണ്ടിങ് ഓർഡർ. ഇതിങ്ങനെ തുടർച്ചയായിട്ട് അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സിനെയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഈസ് നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്ന് തുടങ്ങുന്ന നമ്പേഴ്സ് തന്നെ, ഈ എണ്ണൽ നമ്പേഴ്സ് തന്നെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹോൾ നമ്പേഴ്സ്. സോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ നമ്പർ ആൻഡ് ദ ഹോൾ നമ്പർ ഈസ് 0. എന്ന് വെച്ചാൽ ഹോൾ നമ്പേഴ്സ് വിൽ സ്റ്റാർട്ട് ഫ്രം 0 1 2 3 4 ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ഫ്രം ഓൺലി ഫ്രം 1. നാച്ചുറൽ നമ്പേഴ്സിൽ 0 വരുന്നില്ല, ഹോൾ നമ്പേഴ്സിൽ 0 കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അടുത്തടുത്ത നമ്പേഴ്സാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വിച്ച് ആർ ദ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ചോദിക്കാം. സോ കോൺസിക്യൂട്ടീവ് മീൻസ് നമ്പേഴ്സ് ഇൻ ദ കൗണ്ടിങ് ഓർഡർ ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ഇസ് 1 2 3 4. സോ ഇത്രയേ ഉള്ളൂ. 1 2 3 4 ആ ഓർഡറിൽ പോകുന്നതിനാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഓർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, sum of two consecutive numbers always result in an odd number. Sum means when we add two numbers, we will get an answer. That answer is called sum.
രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. ആ ആൻസറിനെയാണ് സം എന്ന് പറയുന്നത്. പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് സം എന്ന് പറയും. മൈനസ് ചെയ്യുകയാണെങ്കിലോ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് ഡിഫറൻസ് എന്നാണ് പറയും. സോ സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അടുത്തടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ്, രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കുന്ന. എക്സാമ്പിൾ 1 + 2, 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 2 ആണ് അല്ലേ. സോ 1 + 2 ഈസ് 3, 3 ഈസ് എ ഓഡ് നമ്പർ. Then 2 + 3, 5. 5 is an odd number. 3 + 4, 7 is also an odd number. Then 21 + 22. 21 കഴിഞ്ഞാൽ next number is 22. So when we add these two numbers, we get 43. So again, by looking the ones place digit, we can say the number 43 is an odd or an even number. So here 3 is an odd number, so 43 is also an odd number. Next example is 105 + 106. These two are consecutive numbers, so the answer is 211. So again looking the ones digit place. So ones place digit is 1 here, 1 is an odd number. So two consecutive numbers, sum is an odd number. Next point is sum of three consecutive number. So here two consecutive numbers will give an odd number. And here when we add three consecutive numbers, അടുത്തടുത്ത് വരുന്ന മൂന്ന് നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ സം എന്ന് പറയുന്നത് ചിലപ്പോൾ ഓഡാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈവണും ആവാം അല്ലേ. ചിലപ്പോൾ ഒറ്റ സംഖ്യ ആവാം, അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആവാം. ഒരു എക്സാമ്പിൾ പറയാം. 1 + 2 + 3, ഇത് മൂന്നും ഒരു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്. 1, then comes 2, then comes 3. The answer is 6. So 6 is an even number. Then 2 + 3 + 4 is equal to 9. It's an odd number. അപ്പോൾ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈവൺ ആണോ ഓഡാണോ ആൻസർ വരിക, അല്ല അതിന് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. സോ ഹിയർ ഡിപ്പെൻഡ്സ് ഓൺ the number you start with. Okay, if first number is even, then the sum will be odd. So here 1 is an even number. So when we start with an even number, we will get the sum. When we start with an odd number, we will get the answer even. And when the first number, that is here the first number is 2, is a even number. So when the first number is an even number, the answer will be odd. Again I'm telling, when the first number is an odd number, we will get the answer even. That is in case of three consecutive numbers. Okay, when we are adding three consecutive numbers, we have to look the first number. Okay, if the first number is an odd number, then the answer will be 6. That is an even number. If the first number is an even number, then the answer will be an odd number. So by looking the first number, we can easily say whether the answer is an even or an odd number. So based on this topic, we can discuss one question. The sum of three consecutive 4-digit numbers is an odd number. What can be the first 4-digit number among the numbers given below? 3 അടുത്തടുത്ത് വരുന്ന അല്ലെങ്കിൽ തുടർച്ചയായി വരുന്ന 4 അക്ക നമ്പേഴ്സ്, 4-digit നമ്പേഴ്സ്. 4-digit നമ്പേഴ്സ് തൗസൻഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സമ്മ് ഓഡ് നമ്പർ ആണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ക്യാൻ ബി ദ ഫസ്റ്റ് 4-digit നമ്പർ? 3 നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമ്പർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഒരു 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൻസർ ഓഡ് നമ്പർ ആവാം, അല്ലെങ്കിൽ ഈവൺ നമ്പർ ആവാം. അതെങ്ങനെ മനസ്സിലാക്കാം? ഫസ്റ്റ് നമ്പർ നോക്കിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഫസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്പർ നമ്മൾ നേരത്തെ പഠിച്ചു, ഫസ്റ്റ് നമ്പർ
ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ ഓഡ് നമ്പർ ആയിരിക്കും, എന്ന് വെച്ചാൽ സമ്മ് ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് 4 ഡിജിറ്റ് നമ്പർ ഈസ് എൻ ഓഡ് നമ്പർ. അപ്പോൾ സമ്മ് ഓഡ് നമ്പർ ആവണമെങ്കിൽ എന്തായിരിക്കണം? ഫസ്റ്റ് നമ്പർ ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഓപ്ഷനിൽ ഈവൻ നമ്പർ ഉണ്ടോ? ഫസ്റ്റ് ഓപ്ഷൻ ഈസ് 5409. സോ 9 വൺസ് പ്ലേസ് നമ്പർ 9 ആണ്. സോ 9 ഒരു ഓഡ് നമ്പർ ആണ്. സെക്കൻഡ് ഓപ്ഷനിൽ വൺസ് പ്ലേസ്ഡ് വരുന്നത് 1 ആണ്, അതും ഒരു ഓഡ് നമ്പർ ആണ്. ഓപ്ഷൻ സിയിൽ വരുന്നത് വൺസ് പ്ലേസിൽ 9 വരുന്നുണ്ട്, അതുകൊണ്ട് അതും ഒരു ഓഡ് നമ്പറാണ്. ഇനി ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ 4400. സോ അതിൽ വൺസിൻ്റെ പ്ലേസിൽ 0 ആണ്. 0 എന്താണ്? ഒരു ഈവൻ നമ്പറാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസറിന് സമ്മ് ഒരു ഓഡ് നമ്പർ ആവണമെങ്കിൽ അതിൽ ഒന്നാമത്തെ നമ്പർ ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഈവൻ നമ്പർ 4400 ആണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സം ഓഫ് 2 ഈവൻ നമ്പർ ഈസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. ദാറ്റ് ഈസ് when we are adding 2 even number, we will get an answer. That answer will be an even number. That is 2 plus 4. 2 is an even number. 4 is also an even number. When we add these two numbers, we get 6. So 6 is also an even number. The next example is 6 plus 10. 6 is an even number. 10 is also even number. Look here in the number 10, the ones place number is 0. Ones place digit is 0. So 0 is an even number. So 10 is also an even number. So 6 plus 10 will give 16. Here in 16, ones place digit is 6. 6 is an even number. So 16 is also even number. അപ്പോൾ 2 ഈവൻ നമ്പർ ഇരട്ട സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരട്ട സംഖ്യ തന്നെ കിട്ടും. ഇനി next example is 4 plus 6, it is 10. Next one, sum of 2 odd numbers is always an even number. When 2 odd numbers are adding, we will get an even number. അല്ല, 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടുക ഈവൻ നമ്പറാണ്. So example 3 plus 5. 3 is an odd number, 5 is also an odd number. When we add these together, we will get the answer 8, that is an even number. Okay, so another example is 5 plus 7, which is 12. Here 2 is an even number, so 12 is also an even number. 13 plus 17, here we get the answer 30. So when 2 odd numbers are added, or sum will be an even number. Which of the following is not the sum of any two of the numbers? 525, 737, 869 and 247. And options are given. Which of the following, താഴെ കൊടുത്തുള്ളതിൽ ഏതാണ് എന്ന് വെച്ചാൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. ഈസ് നോട്ട് ദ സം. അപ്പോൾ സം എപ്പോഴാണ് കിട്ടുന്നത്? 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, പ്ലസ് ചെയ്യുമ്പോഴാണ് സം കിട്ടുക അല്ലേ, ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ താഴെ ഓപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഒന്നിൻ്റെ ആൻസർ അല്ല എന്ന് പറയുന്നത്. ആ അങ്ങനെ ആൻസർ അല്ലാത്ത നമ്പർ നമ്മൾ കണ്ടെത്തണം. സോ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിക്കാം. So which of the following is not the sum of any two of the numbers? എന്ന 4 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ any two, ഈ 4 നമ്പേഴ്സിൽ ഏതെങ്കിലും 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരം ഈ തന്ന ഓപ്ഷനിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 4 നമ്പേഴ്സ് പരസ്പരം 2 വീതം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷനിൽ തന്ന ആൻസേഴ്സ് കിട്ടും. പക്ഷേ കിട്ടാത്തൊരു ആൻസർ ഉണ്ട്, അത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലെ LSS പോലെ എക്സാമിന് നമുക്ക് എന്താ ഒരുപാട് ആഡ് ചെയ്യാനോ അങ്ങനെ മൈനസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും ചോദിക്കില്ല. എന്തെങ്കിലും ട്രിക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ട്രിക്ക് എന്താണ്? നമ്മൾ ഓഡ് നമ്പറും ഈവൻ നമ്പറും ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ തന്ന ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നോക്കുക. 525, 737, 869, 247. ഇതിലെല്ലാം വൺസിൻ്റെ ഡിജിറ്റിൽ നമ്പേഴ്സ് എന്താണ്? ഈവൺ ആണോ ഓഡാണോ? എല്ലാം ഓഡ് നമ്പേഴ്സാണ് അല്ലേ. 5, 7, 9, 7. അപ്പോൾ ഈ തന്ന നമ്പേഴ്സ് എല്ലാം ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ കാര്യം പഠിച്ചു, 2 ഓഡ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ കിട്ടുക? When 2
odd numbers are added, or we will get the sum. What is the sum? An even number. ഒരു ഈവൻ നമ്പർ ആയിരിക്കും ആൻസർ വരിക അല്ലേ. അവിടെ ചോദിച്ചത് എന്താണ്? ആൻസർ അല്ലാത്ത നമ്പർ ഏതാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. സോ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് the even number, that is which is the answer of the answer, that is sum of two odd number is always an even number. സോ ഇവിടെ തന്ന നമ്പേഴ്സ് ഒക്കെ ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഇതിൽ ഏത് രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഓപ്ഷനിൽ നമുക്ക് ഓരോ നമ്പേഴ്സ് ഓരോ നമ്പർ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ഫസ്റ്റ് ഓപ്ഷനിൽ 2 ആണ് വൺസിൻ്റെ പ്ലേസിൽ വരുന്നത്. സോ ആ നമ്പർ 1262 ഒരു ഈവൻ നമ്പറാണ്. അതെന്തായാലും നമുക്ക് ആൻസർ ആയിട്ട് വരും. ഇനി ബി ഓപ്ഷൻ 1394, അവിടെ വൺസിൻ്റെ പ്ലേസിൽ 4 വരുന്നുണ്ട്. എഗെയിൻസ്റ്റ് ഒരു ഈവൻ നമ്പർ, അതുകൊണ്ട് തന്നെ 1394 ഒരു ഈവൻ നമ്പറാണ്. അപ്പോഴും 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമ്പർ വരുമല്ലോ, അതും ആൻസറായി വരാൻ സാധ്യതയുള്ള നമ്പറാണ്. നെക്സ്റ്റ് വൺ ഈസ് 985, അത് 5 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ എന്തായാലും രണ്ട് ഓഡ് നമ്പർ തമ്മിൽ ആഡ് ചെയ്ത ഒരിക്കലും ഒരു ഓഡ് നമ്പർ ആൻസറായിട്ട് വരില്ല. നെക്സ്റ്റ് ഓപ്ഷന് 1116 ആണ്. സോ ദാറ്റ് നമ്പർ ഇസ് ഓൾസോ എൻ ഈവൻ നമ്പർ. അപ്പോൾ അതും ആൻസറായിട്ട് വരാൻ സാധ്യതയുള്ള നമ്പറാണ്. സോ സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ് ഈസ് ഓൾവേസ് എൻ ഈവൻ നമ്പർ. അപ്പോൾ ഈവൻ നമ്പറാണ്, രണ്ട് ഓഡ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത ഈവൻ നമ്പർ ആൻസറായിട്ട് വരുള്ളൂ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? നമുക്ക് ആൻസർ വരാത്തത് നമ്പർ ഏതാണെന്ന്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരാൻ സാധ്യതയില്ലാത്തത് ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ രണ്ട് ഓഡ് നമ്പർ തമ്മിൽ ആഡ് ചെയ്താൽ ഒരിക്കലും ഓഡ് നമ്പർ ആൻസറായിട്ട് വരില്ല. സോ സി ഓപ്ഷൻ 985 ഈസ് ദ ആൻസർ.